ഹായ് എവരി വൺ. 2:40 മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഏങ്കിൾ എത്രയാണ്? 7:35 ഇവ തമ്മിലുള്ള ഏങ്കിൾ എത്രയാണ്? ഇതുപോലെ 4 മണിക്ക് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇത്തരം അനവധി പ്രോബ്ലംസ് നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഇത്തരം ചോദ്യങ്ങളെ നാം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ പാർട്ടുകളിൽ നാം മിനിറ്റ് സൂചികളുടെ വ്യത്യസ്ത ഏങ്കിൾ കാണാനും അതുപോലെ മണിക്കൂർ സൂചികൾ തമ്മിലുള്ള മണിക്കൂർ സൂചിയുടെ 2 വ്യത്യസ്ത സമയങ്ങളിലുള്ള ഏങ്കിൾ കാണാനും എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. പ്രതിബിംബ സമയം കാണാനും പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ പാർട്ടുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്യുന്നതാണ്. അതേ പാർട്ട് 3യിൽ നാം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മെത്തേഡിൽ നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം 2:30 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോൺ അളവ് എത്ര എന്നത്. ഈ ചോദ്യത്തിന് ആൻസർ പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഈ ചെറിയ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ കോൺ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഈ ഒരു പോയിന്റിൽ ഈ കോൺ മാത്രമാണോ ഇവിടെ ഉള്ളത്? അല്ലല്ലോ, 2 കോണുകൾ കാണുന്നുണ്ടാവും. ഒരു ചെറിയ കോണും മറ്റൊന്ന് ഒരു വലിയ കോണും അല്ലേ? മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ ഒരു കോണും ഇതിന്റെ പുറമെ ഇങ്ങനെയുള്ള ഒരു വലിയ കോണും കാണാം അല്ലേ? ഈ കോണിന്റെ ചെറിയ കോണിന്റെ റിഫ്ലക്സ് ആംഗിൾ ആണ്, അതായത് പ്രതിലോമ കോണാണ് വലിയ കോൺ. വലിയ കോൺ എന്ന് പറയുന്നത് ചെറിയ കോണിന്റെ റിഫ്ലക്സ് ആംഗിൾ ആണ്. ക്ലിയർ? പരീക്ഷയ്ക്ക് എപ്പോഴും ചെറിയ കോൺ കാണാനാണ് സാധാരണ ചോദിക്കാറ്. കൂടുതലും ചോദിക്കുന്നത് ചെറിയ കോണിന്റെ അളവാണ് ചോദിക്കാറ്. ഇനി വലിയ കോണിന്റെ അളവാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യത്തിൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തന്നിരിക്കും. അതിലെ ഉദാഹരണത്തിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൂചി നീങ്ങുന്ന ദിശയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഈ ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എങ്കിൽ, അതേസമയം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ക്ലിയർ? ഇങ്ങനെ ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രദക്ഷിണ ദിശ. ക്ലിയർ? ഈ സൂചി നീങ്ങുന്ന ദിശയെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്കുള്ള ഏങ്കിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പ്രദക്ഷിണ ദിശയിലുള്ള കോണളവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഏങ്കിളാണ്. സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് 2 തരം കോണുകൾ, 2 കോണുകൾ ഉണ്ടാക്കും. ഏത് തമ്മിൽ? അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ 2 കോണുകൾ ഉണ്ടാക്കും. ഒന്ന് 180 കൂടുതലും കുറവും, 180 കുറവും, മറ്റൊന്ന് 180 കൂടുതലുമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. 2 തരം കോണുകളാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുക. ഒന്ന് 180 ഡിഗ്രിയിൽ കുറവ്, മറ്റൊന്ന് 180 ഡിഗ്രിയിൽ കൂടുതൽ അല്ലെ? 180 ഡിഗ്രിയിൽ കുറവിനെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇതിന്റെ കുറവുള്ള ഈ ആംഗിളിന്റെ ഇതിനെയാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് പ്രതിലോമ കോൺ. പ്രതിലോമ കോൺ. ക്ലിയർ? ആദ്യത്തെ കോണിന്റെ പ്രതിലോമ കോണാണ് വലിയ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി പിന്നെ പറയാനുള്ളത്, നമുക്ക് ഇതിലെ ഇത്തരം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതമാണ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? 12 ഭാഗങ്ങളായി തിരിക്കാമെന്നും ഓരോ ഭാഗത്തിലും 30 ഡിഗ്രി വീതമാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതം. ഓരോ ഡിവിഷൻ 30 ഡിഗ്രി. എത്ര ഭാഗങ്ങളെ, എത്ര ഡിവിഷൻ ഉണ്ട്? 12 ഡിവിഷൻസ്. 12 മണിക്കൂർ, 12 ക്ലോക്ക്, 12 ഭാഗങ്ങളായി ഈക്വൽ പാർട്സ് ആയി തിരിക്കാം എന്നും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. 2:30
ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ എത്ര കോണുണ്ടാക്കും മക്കളെ? നമ്മൾ ഈ 2:30 ചെറിയ സൂചി മണിക്കൂർ സൂചി 2 എന്നതിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും അല്ലേ? വലിയ സൂചി എവിടെ നിൽക്കുന്നുണ്ടാവും? 30 എന്ന് പറയുമ്പോൾ 30/5 6. അല്ലാതെ തന്നെ നമുക്കറിയാം 30/6 വലിയ മിനിറ്റ് സൂചി ഉണ്ടായിരിക്കുന്നത്. ഈ കോണളവ് കാണാൻ പറഞ്ഞാൽ 2 തരത്തിൽ ഇത് ചെയ്യാം. ഒന്ന്, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. മറ്റൊന്ന്, നമുക്ക് ഫോർമുല ബേസിൽ ചെയ്യാൻ സാധിക്കും. രണ്ടും പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഓരോരുത്തർക്കും ഇഷ്ടം ഉള്ളത് മറ്റൊരാൾ ചെയ്യണം എന്ന് പറയുന്നത് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. നോക്കാം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുന്നതാണോ അതോ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ രീതിയിൽ പഠിക്കാം. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2-ലായിരുന്നു ഈ സൂചി എങ്കിൽ നിങ്ങൾക്ക് ഈ എത്ര ഡിവിഷനുകൾ ഇത് തമ്മിൽ ഉണ്ടാകുമായിരുന്നു? 2-ൽ നിന്ന് 6-ലേക്ക് എത്തുമ്പോൾ 2 - 6 അല്ലെങ്കിൽ 6 - 2 എത്ര ഡിവിഷൻ? 4 ഡിവിഷനാണ് കടന്നു പോകുന്നത് അല്ലേ? ശരിയല്ലേ? 6 - 2 അല്ലെങ്കിൽ 2-ൽ നിന്ന് 6-ലേക്ക് എത്തുമ്പോൾ 4 ഡിവിഷനാണ് കടന്നു പോകുന്നത്. 2-ൽ നിന്ന് 6 കുറച്ചാൽ 4 അല്ല, -4 ആണ്. അത് അവിടെ കുറയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ് 4. അങ്ങനെ 4 30കൾ, ഓരോ ഡിവിഷനും 30 വെച്ച് 4 30കൾ ഡിഗ്രി ഉണ്ടാവും. പോരാ, പക്ഷേ 4 ഡിവിഷൻ ഇവിടെ മുഴുവനില്ല, കുറച്ചൊരു ഏങ്കിൾ കുറവുണ്ട് അല്ലേ? ആ ഏങ്കിൾ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. മണിക്കൂർ സൂചി 30 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി ഏങ്കിൾ ഇവിടെ നീങ്ങിയിട്ടുണ്ടാവും? മണിക്കൂർ സൂചി ഇവിടെ ഉണ്ടായിരുന്നത് അടുത്ത പൊസിഷനിലേക്ക്, മണിക്കൂർ സൂചിയുടെ അടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോൾ 2 മണിക്കൂർ സൂചിയുടെയാണ് ഞാൻ പാർട്ട് 2-ൽ പറഞ്ഞിരുന്നതാണ്. മണിക്കൂർ സൂചികളുടെ 2 പൊസിഷനിൽ മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണുകൾ. 2 മണിക്ക് എവിടെയായിരുന്നു, 2:30 എവിടെയാണ്? ഇത് തമ്മിലുണ്ടാവുന്ന ഈ കോണളവാണ് ഇവിടെ കുറയ്ക്കേണ്ടത് അല്ലേ? നമുക്കറിയാം 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി കുറയുന്നത് അല്ലെ, ഏങ്കിൾ ഉണ്ടാക്കുന്നത്. 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി എങ്കിൽ 30 മിനിറ്റ് കൊണ്ട് എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും? 30 അരകൾ അല്ലെ, ഹാഫുകൾ. 30 ഹാഫുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൈനസ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ നീങ്ങിക്കുകയാണ്, മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ? അത്ര കുറവാണ് ഇവിടുന്നുള്ള ഈ എങ്കിലിന് ഇത്ര കുറവുണ്ട്. കുറവുണ്ട് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് കിട്ടിയിട്ടുണ്ടാവും, അത് മൈനസ് ചെയ്താൽ ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 120 - 15, അതായത് 105 എന്ന് കിട്ടും. നമുക്ക് നന്നായി കുറെ എക്സാമ്പിളുകൾ ചെയ്താൽ നിങ്ങൾക്കിത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഫോർമുലയാണ് വേണ്ടതെങ്കിൽ ഏങ്കിൾ കാണാനുള്ള ഫോർമുലയാണ് 30H. 30H എന്ന് പറഞ്ഞാൽ 30 അവർ ആണ്. 30H - 11/2 ഇൻറ്റു മിനിറ്റ് ആണ്. മിനിറ്റ് ക്ലിയർ. 30H - 11/2 m. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ പ്രോബ്ലത്തിൽ എന്താണ് 30H, അതായത് നമ്മുടെ സമയം 2:30 ആണ്. അതായത് ഇതാണ് അവർ, ഇതാണ് മിനിറ്റ്. ക്ലിയർ. അപ്പൊ H എന്നുള്ളത് ഏത് അപ്ലൈ ചെയ്യണം? ഈ 2 കൊടുക്കണം അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -11/2 ഇൻറ്റു മിനിറ്റ് എന്നുള്ളവർക്ക് 30 കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 60 - 30-ലെ 15 ആണ് 165 അല്ലേ? അതായത് നമുക്ക് -105 എങ്കിൽ ഉണ്ടാവില്ലല്ലോ. അതായത് നമുക്ക് എങ്കിൽ എന്താണ്? എങ്കിൽ പറയുന്നത് 105 105 ഡിഗ്രി എങ്കിലാണ് ഉണ്ടാവുക. ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡും നന്നായി മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ സിമ്പിൾ എന്ന് തോന്നുന്നത് ആ സിമ്പിൾ. ഈ ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആക്കാൻ കുറേ ഫോർമുലകൾ പഠിക്കുന്നുണ്ടവരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർമുല ബൈ ഹാർട്ട് ആക്കുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് പ്രോബ്ലംസ്, ഒരു 4-5 പ്രോബ്ലംസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 6:25 നമുക്ക് കോൺ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 6 ചെറിയ സൂചി മണിക്കൂർ സൂചി 6-ലായിരിക്കുമെന്നും മിനിറ്റ് സൂചി 25 എന്ന് പറഞ്ഞാൽ 5-ലായിരിക്കും അല്ലേ? അപ്പൊ എത്ര ഡിവിഷൻസ് നീങ്ങിയിട്ടുണ്ടാവും? 1 ഡിവിഷൻ
അല്ലെ? ഒരു ഡിവിഷനാണ്, അത് പോസിറ്റീവ് ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്കിൽ കാണുന്നതിന് ഒരു ഡിവിഷനിലെ 30 ഡിഗ്രി വെച്ച് ഒരു 30 അത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്യണം. എത്ര മണിക്കൂർ സൂചി പിന്നീട് നീങ്ങിയിട്ടുണ്ടാവുക, മിനിറ്റ് സൂചി എത്ര മിനിറ്റ് ഉണ്ടോ അതിന്റെ പകുതിയാണ്. എത്ര മിനിറ്റ് ഉണ്ടോ അതിന്റെ പകുതി, അതായത് 25ന്റെ പകുതി 12.5 അല്ലെ? അതായത് 30 + 12.5 എത്രയായിരിക്കും? 30 + 12.5 എത്രയായിരിക്കും? 42.5 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? അതായത് 6 മണിക്കൂർ സൂചി 6ലും മിനിറ്റ് സൂചി 5ലുമാണ്. അതാണ് നമ്മുടെ എത്ര ഡിവിഷൻസ് അവർ തമ്മിൽ നീങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ചിത്രം ഇല്ലാതെ തന്നെ നമ്മൾ മനസ്സിൽ ഓർത്ത് നോക്കിയാൽ മതി. 6 5 കുറച്ചാൽ മതി. അപ്പോൾ ഒരു ഡിവിഷനാണ്. ഒരു ഡിവിഷനിലെ 30 ഡിഗ്രി, അതായത് 1 × 30 പ്ലസ് ഈ മിനിറ്റ് ഉണ്ടല്ലോ 25 മിനിറ്റ്. 25 മിനിറ്റിൽ മണിക്കൂർ സൂചി 12.5 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടാകും. അതാണ് 12.5 ഡിഗ്രി. ഇവിടെ പ്ലസ് ആണ് വേണ്ടത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 30 ഉം 12 42 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരുന്നു ഫോർമുല? 30h - 11/2m എന്നായിരുന്നു. ഓർക്കുന്നുണ്ട് അല്ലേ? അതായത് 30 × h എന്ന് പറയുന്നത് 6 ആണ്, മൈനസ് 11/2 × മിനിറ്റ് 25 ആണ്. ക്ലിയർ? 25. അങ്ങനെയാണെങ്കിൽ 180ൽ നിന്ന് 25 11 25 10 250 ഒരു 25 കൂടി, അതായത് 275ന്റെ പകുതി. 180ൽ നിന്ന് 275ന്റെ പകുതി എത്രയാണ്? 200ന്റെ പകുതി 100, 75ന്റെ പകുതി 37.5, അതായത് 137.5. 180ൽ നിന്ന് 137.5 കുറച്ചാൽ നിങ്ങൾക്ക് 42.5 എന്ന് കിട്ടും. 42.5 ഡിഗ്രി നമ്മൾ എങ്കിൽ 42 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് എന്താണ്? 180ൽ കുറവായതുകൊണ്ട് നമുക്ക് ചോദിച്ച എങ്കിൽ 42 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. 11:40. അല്ലേ? 11 മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 11ലാണ്. മണിക്കൂർ സൂചി 11ലാണ്. അവിടെ എൻ്റെ 11ലാണ്. മിനിറ്റ് സൂചി എവിടെയായിരിക്കും? 40 എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയുടെ പൊസിഷൻ 40/5 അതല്ലേ? മിനിറ്റ് സൂചി 8ലായിരിക്കും. ആ 11ൽ നിന്ന് 8 കുറച്ച് നോക്കൂ. എത്രയാണ്? 11ൽ നിന്ന് 8 കുറച്ചാൽ പോസിറ്റീവ് 3 അല്ലെ? 3 ഡിവിഷൻ നീങ്ങിയിട്ടുണ്ട്. 3 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 3 × 30 ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കുറച്ചുകൂടി ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ആ കുറച്ച് ആംഗിളാണ് പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടത്. ആ കുറച്ച് എത്ര ഡിഗ്രിയാണ് കൂടുതൽ ഉണ്ടായത്? ആ 40 മിനിറ്റിന്റെ ഹാഫ് ആണ് കൂടുതൽ ഉണ്ടായത്. മക്കളെ, അപ്പൊ എത്രയാണ്? 90 + 20, അതായത് 110 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഫോർമുല ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിലോ നമുക്ക് 30 × h എന്ന് പറയുന്നത് 11 ആണ്, മൈനസ് 11/2 × മിനിറ്റ് എത്രയാണ്? 40 ആണ്. അല്ലേ? നമുക്ക് ഇത് നിങ്ങൾക്ക് 40 മിനിറ്റ് രണ്ടും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആണ്. 40 2 40 20 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ 30 11 ഗുണിക്കാൻ പ്രശ്നമില്ല. 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 11 3കൾ 33 ആണ്. ഒരു 0 ചേർത്താൽ മതി. ഇവിടെ 11 2 22 ആണ്. ഒരു 0 ചേർക്കുക, അതായത് 110 ഡിഗ്രി എന്നത്. മനസ്സിലായില്ലേ? രണ്ടും ചെയ്ത് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിക്കാം കേട്ടോ. 10ൽ നിന്ന് 5 പോയപ്പോൾ 5, 9ൽ നിന്ന് 7 പോയപ്പോൾ 2, ഇവിടെ 1 ഉള്ളത് അങ്ങനെ കൊടുത്തു. 10ൽ നിന്ന് 2 പോയപ്പോൾ 8, പിന്നെ ബാക്കി 1. ക്ലിയർ? അപ്പൊ എത്രയാണ്? 182.5. എത്രയാണ്? 182.5. ഇവിടെ ഇതും 182.5 തന്നെയാണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് 12:50 മണിക്കൂർ സൂചി. വേഗം ആലോചിച്ച് നോക്കൂ. മണിക്കൂർ സൂചി 12ലെ മിനിറ്റ് സൂചി 50ലാവുമ്പോൾ മിനിറ്റ് സൂചി 10ലാണ് അല്ലേ? 12 - 10 + 2 ആണ്. ഉടനെ 2 30 ഇതിനോടുകൂടി പ്ലസ് ചെയ്യണം. എത്ര?
മിനിറ്റിന്റെ പകുതി 50ന്റെ പകുതി 25 പ്ലസ് ചെയ്യണം. 60ഉം 25ഉം 85 ഡിഗ്രി കിട്ടും. ക്ലിയർ? ഇവിടെ നോക്കൂ, അടുത്തത് ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ 30 × 12 മൈനസ് 11/2 × 50. അതായത് 12 360ൽ നിന്ന് മൈനസ് ചെയ്യണം. 25 × 11 എത്രയാണ്? 275 മൈനസ് ചെയ്താൽ 85 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിലെല്ലാം വന്നിരിക്കുന്നത് ചെറിയ ഏംഗിൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? ഇനി വലിയ ഏംഗിളിന്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. നോക്കൂ, ഈ പ്രോബ്ലത്തിൽ 1:40 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ കാണേണ്ടത്. നമ്മൾ പറഞ്ഞ പ്രകാരം എന്തായിരിക്കും? മണിക്കൂർ സൂചി ഇവിടെ ഏതിലായിരിക്കും? 1-ലായിരിക്കും, അല്ലേ? മിനിറ്റ് സൂചിയോ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 8-ലായിരിക്കും. അതായത് 1 - 8 -7 എന്ന് കിട്ടും. ശരിയല്ലയോ? 8ൽ നിന്ന് 1 കുറച്ചാൽ 7ആണ്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കായതുകൊണ്ട് -7 എന്ന് കിട്ടും. അതായത് ഇതിന്റെ അർത്ഥം 7 ഡിവിഷൻ ആണ് ഇതിന്റെ ഇടയിൽ ഉള്ളത്. 1-നും 8-നും ഇടയ്ക്ക് 7 ഡിവിഷൻ ഉണ്ട്. അതുകൊണ്ട് ഏംഗിൾ 7 × 30 ഇത്ര ഡിഗ്രി. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര? മിനിറ്റിന്റെ പകുതി. 40 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി എത്ര ഏംഗിൾ കടന്നു പോയിട്ടുണ്ടാവും? 40ന്റെ പകുതി, അതായത് ½ ഡിഗ്രി വെച്ച് 40ന്റെ പകുതി കടന്നു പോയിട്ടുണ്ടാവും. അതായത് ഇവിടെ 210 മൈനസ് 20 നമുക്ക് എത്ര കിട്ടും? 190 ഡിഗ്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഇത് 180ൽ കൂടുതലാണ്. അതായത് വലിയ കോൺ അളവാണ് ഇത് എന്നർത്ഥം. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 360ൽ നിന്ന് ഈ 190 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 170 ഡിഗ്രി എന്നതായിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിൽ വേറെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ദിശ, ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിൽ, ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് പ്രദക്ഷിണ ദിശയിൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എതിർ പ്രദക്ഷിണ ദിശയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂകളോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ചെറിയ ഏംഗിളായിരിക്കും കാണേണ്ടത്. അതായത് 150ൽ കൂടുതലായതുകൊണ്ട് 150ൽ കുറവുള്ള കോണളവ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, നമുക്ക് അതിന്റെ സൂത്രവാക്യം ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ കാണാൻ നോക്കാം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? 30H. അതായത് H എന്ന് പറയുന്നത് മണിക്കൂർ, ഇവിടെ 1 അതുകൊണ്ട് 30 × 1 മൈനസ് 11/2 എത്ര മിനിറ്റ്? 40, അല്ലേ? 40 മിനിറ്റ്. 30 മൈനസ് 2, 40ൽ 20 പ്രാവശ്യം 11, 2, 22, അല്ലേ? 11 × 20 കാണാൻ എളുപ്പല്ലേ? 11 × 2 22, ഒരു 10, ഒരു 0 ഉണ്ട്, 220. 30ൽ നിന്ന് 120 കുറച്ചാൽ -190 -190 ഏംഗിൾ നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് നമ്മൾ 190 എന്ന് എടുക്കുന്നു. ക്ലിയർ? 190 വലിയ 180ൽ കൂടുതലായതുകൊണ്ട് ഇവിടെയും നമ്മൾ 360ൽ നിന്ന് 190 മൈനസ് ചെയ്ത് 170 എന്ന ആൻസറിലേക്ക് എത്തുന്നു. അപ്പൊ രണ്ട് രീതി നിങ്ങൾക്ക് ഇപ്പോഴും ഒരു 5-6 പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്, നമുക്ക് ഉപയോഗിക്കേണ്ടത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് 2 മെത്തേഡ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇവിടെ 2:50 മണിക്കൂർ സൂചി ഇതിലായിരിക്കും. 2 കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? മണിക്കൂർ സൂചി 2 കഴിഞ്ഞിട്ട് 3ലേക്ക് എത്താറായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ മണിക്കൂർ എന്ന് പറയുന്നത് 2ആണ്. മിനിറ്റ് സൂചി 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ 10ൽ എത്തുന്നുണ്ട്. അതായത് എത്ര ഡിവിഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ? -8. ശരിയല്ലേ? അപ്പോഴങ്ങനെയാണെങ്കിൽ 8 ഡിവിഷനിൽ കൂടി 30 ഡിഗ്രി വെച്ചു. പക്ഷെ 8 ഡിവിഷൻ മുഴുവനായിട്ടില്ല, അതിൽ നിന്ന് കുറവുണ്ട്. എത്ര കുറവുണ്ട്? മൈനസ് ഇവിടെ കൊടുക്കുകയാണ്. എത്ര കുറവുണ്ട്? 50 മിനിറ്റിന്റെ പകുതി. 50 മിനിറ്റിന്റെ പകുതി. അതായത് ആ മണിക്കൂർ സൂചി ആ സമയം കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ടാവും? എത്ര കോൺ പോന്നിട്ടുണ്ടാവും? 50ന്റെ പകുതി 25 ഡിഗ്രി, അല്ലേ? 50ന്റെ പകുതി 50/2. 240ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 240 മൈനസ് 25 215 ഡിഗ്രി. പക്ഷേ നമുക്കറിയാം, ഉടനെ മനസ്സിൽ ഓർമ്മ വരണം, ഇത് 180ൽ കൂടുതലാണ്. 215 എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ
നമ്മളോട് ചെറിയ ഏങ്കിൾ 215 ചെറിയ ഏങ്കിളും ഉണ്ടെങ്കിൽ ചെറിയ ഏങ്കിൾ നമ്മൾ കൊടുക്കുക. ഇനി 215 മാത്രമേ മറ്റേ ചെറിയ ഏങ്കിൾ ഇല്ലെങ്കിൽ 215 തന്നെ ആൻസർ ആയിട്ട് കൊടുക്കുക. ഇവിടെ 360 നിന്ന് 215 കൊടുത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 360 നിന്ന് 215. 360 നിന്ന് 200 കുറച്ചാൽ 160. 160 നിന്ന് വീണ്ടും 15 കുറച്ചാൽ 145 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. 145 215 ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് ചെറിയ ആംഗിളാണ് കൂടുതലായിട്ടും ഓപ്ഷനിൽ ഉണ്ടാവുക. അതുകൊണ്ട് 145 ഡിഗ്രി എന്ന ആൻസർ പറയേണ്ടി വരും. അടുത്ത ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം കുട്ടികൾക്ക് 30 ഇൻറ്റു മണിക്കൂർ 2 മണിക്കൂറാണ്. 30 ഇൻറ്റു 2 മൈനസ് അല്ലേ 11/2 11/2 ഇൻറ്റു മിനിറ്റ് 50 250 25 പ്രാവശ്യം. അതായത് 60 മൈനസ് 25 11 എളുപ്പവഴി എന്താണ്? 25 10കളായാൽ 250 അല്ലേ? 250 ഒരു 25 കൂടി ചേർന്നാൽ ഒരു 25 250 275 അതായത് ആൻസർ മൈനസ്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര കിട്ടും? 215 75 40 പോയാൽ 15 215. നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല, ആംഗിളാണ്. അതുകൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് ചെറിയ ആംഗിൾ 360 മൈനസ് 215 എത്ര? 145 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇതേപോലെ ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ 180 കൂടുതലുള്ള ഒരു ആംഗിൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. 180 കുറവാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. 180 കൂടുതലാണെങ്കിൽ 360 നിന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ? ക്വസ്റ്റ്യനിൽ വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് 4 മണി. എന്നതിൻ്റെ പ്രത്യേകത 4 മണി എന്ന് പറഞ്ഞാൽ മിനിറ്റ് കൃത്യം 4ആണ്. ചെറിയ സൂചി 4ലും വലിയ സൂചി 12ലുമാണ് അല്ലേ? നമുക്ക് നോക്കി നോക്കാം, എളുപ്പമാർക്കുണ്ട്. നമുക്ക് നോക്കാം. ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ സൂചി 4ല് വലിയ സൂചി 12 കൃത്യമായിട്ട് 12 വന്നിട്ടുണ്ടാവും. അതായത് -8 ഡിവിഷൻസ് കൃത്യമാണ്. 8 ഇൻറ്റു 30. ഇവിടെ മൈനസ് ചെയ്യാൻ ഇവിടെ മിനിറ്റ് ഇല്ല. 0/2 ആണ്. 11/2 0ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലേ? മിനിറ്റ് ഇല്ല. 0/2 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അതായത് ആൻസർ 240 എന്ന് വരും. 240. പക്ഷേ 240 എന്നാൽ 240 180നേക്കാൾ കൂടുതലായതുകൊണ്ട് 360 നിന്ന് 240 കുറച്ച് 120 എന്ന ആൻസറിലേക്ക് എത്തേണ്ടി വരും. ക്ലിയർ? ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ 30 ഇൻറ്റു 4 4 മണി 4 മൈനസ് 11/2 ഇൻറ്റു ഇതിലെ മിനിറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റു 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെയാണ്. 0 കൊണ്ട് ഗുണിച്ചാൽ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെയാണ് ആൻസർ. അതുകൊണ്ട് ഇതില്ലാതെയായി 30 4 120 എന്ന ആൻസർ കിട്ടും. ചെറിയ ആംഗിൾ തന്നെ കിട്ടി, 120 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 120 ഇതിൽ കണ്ടറിയാം 4 ഡിവിഷൻ 4ലും 12ലുമാണ്. കൃത്യം 4 ഡിവിഷനാണ്. ഉണ്ട് 4 × 30 120 എന്ന ഐഡിയയിലേക്ക് എത്തിയാലും മതി. ഇത് ഈ ഇതുണ്ടെങ്കിൽ ഇത് 0 ആണ്. അതുകൊണ്ട് 4 12കളാണ്. 4ഉം 12ഉമാണ്. അത് 8 ഡിവിഷൻ കൃത്യമായി മുഴുവനായിട്ടുണ്ട് അല്ലേ? മണിക്കൂർ സൂചി പിന്നെ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് 4ഉം 12ലും ആയതുകൊണ്ട് 8 ഡിവിഷനിലെ 240 എന്നും ബാക്കി 120 എന്നും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ കൃത്യം മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിനെ ആ മണിക്കൂർ എത്രയാണോ അതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നേരിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് 11 മണി. 11 മണി ഇതുപോലെ തന്നെയാണ്. വലിയ സൂചി ചെറിയ മണിക്കൂർ സൂചി 11, മിനിറ്റ് സൂചി 12. അപ്പോൾ -1 അതായത് 1 × 30 120. 1 × 30 അതായത് 1 × 30 മൈനസ് ചെയ്യാനായിട്ട് ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇല്ല. അതുകൊണ്ട് 30 ഡിഗ്രി തന്നെ വരും. ചെറിയ തന്നെയാണ് 30 ഡിഗ്രി. 11നും 12നും ഇടയ്ക്കാവുമ്പോൾ 30 ഡിഗ്രിയാണ് കൃത്യം. ഒരു 11ഉം 12നും 11ൽ മണിക്കൂർ സൂചി 12ൽ മിനിറ്റ് സൂചിയാണെങ്കിൽ കൃത്യം ഒരു ഡിവിഷനാണ് 30 ഡിഗ്രിയാണ്.
അല്ലേ? ഇവിടെ ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 30 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് ഇല്ല 0, ഈ ഭാഗം 0 ആയി പോയി. ബാക്കി 11 30 330 എന്ന് വരും. അതായത് 360 330 മൈനസ് ചെയ്താൽ 30 ഡിഗ്രി എന്ന് കിട്ടും. മൈനസ് ചെയ്യുന്നത് എന്തിനാണ്? ചെറിയ ആംഗിൾ കിട്ടാനാണ് മൈനസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ വലിയ കോൺ എന്നെങ്ങാനും റിഫ്ലക്സ് ആംഗിളെന്നോ അല്ലെങ്കിൽ പ്രതിലോമ കോൺ എന്നോ എന്തെങ്കിലും പ്രത്യേകം ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോൺ തന്നെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ആംഗിൾ ആണെങ്കിലും വലിയ ആംഗിൾ ആണെങ്കിലും അതുപോലെ കൃത്യം മണിക്കൂർ തന്നു കഴിഞ്ഞാലുള്ള ഒരു എളുപ്പമാർക്കും ഇവിടെ 11 12 11 ഇൻറ്റു 30 മണിക്കൂറിനെ കൃത്യം ഡിവൈഡ് മണിക്കൂറിനെ ഇതുപോലെ 4 ഇൻറ്റു 30 120 എന്ന് കണ്ടെത്തിയ പോലെ ഇവിടെ വേണമെങ്കിൽ 11 ഇൻറ്റു 30 330 വലുതായതുകൊണ്ട് അതിൻ്റെ ചെറുത് കാണാൻ 360 330 കുറച്ച് 30 എന്ന് കിട്ടും. അങ്ങനെ കൃത്യം മണിക്കൂറാണെങ്കിൽ നിങ്ങൾ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, അല്ലേ? ഒരു ആശയാണ് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ആ കൃത്യം മണിക്കൂറിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് തന്നെയായിരിക്കും ആൻസറായി വരുന്നത്. ക്ലിയർ? നോക്കൂ, ഇനി അടുത്തത് ഇതിൽ തന്നെ മറ്റൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. അതായത് മണിക്കൂർ സൂചിപ്പിക്കുന്ന സംഖ്യയും മിനിറ്റ് സൂചി നിൽക്കുന്ന നമ്പറും സെയിം ആണെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ അത് ചെയ്യാം. അതിന് പല എളുപ്പ വഴിയോ ഉണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മണിക്കൂർ 1-ലാണ്, മിനിറ്റ് സൂചിയും ഇതിൽ തന്നെയാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും, അല്ലേ? അതായത് 0 നമ്മൾ പറഞ്ഞ പ്രകാരം 0 30 ഡിഗ്രി, അതായത് ഡിവിഷനൊന്നും പോയിട്ടില്ല എന്നാണ് അർത്ഥം, അല്ലേ? ഒരു ഡിവിഷൻ കടന്നു പോയിട്ടില്ല. 0 30. പിന്നെ അതിൽ നിന്ന് പ്ലസോ മൈനസോ എന്ന് 0 ഇതായതുകൊണ്ട് പ്ലസും അല്ല മൈനസും അല്ല. പക്ഷേ 5 മിനിറ്റ് പാസ് ചെയ്തതുകൊണ്ട് നമ്മൾ പ്ലസ് ആയിട്ട് കണക്കാക്കണം. എങ്കിൽ 5ന്റെ പകുതി, അതായത് ആൻസർ 0 ബാക്കി 2.5 ഡിഗ്രി എന്ന് വരും. ക്ലിയർ? അതായത് ഒന്നുകൂടി പറയാം, മണിക്കൂർ സൂചിപ്പിക്കുന്ന ആ സംഖ്യ 1 മിനിറ്റ് സൂചി നിൽക്കുന്ന സംഖ്യയും 1 തന്നെയാണ്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രീതി നമ്മൾ മുമ്പ് പഠിച്ച രീതി ഉപയോഗിച്ചും ഇത് ചെയ്യാം. അവിടെ 0 ആയതുകൊണ്ട് പ്ലസോ മൈനസോ അവിടെ ചെയ്യേണ്ട സംശയമുണ്ടാവും. നമ്മൾ 0 ആയതുകൊണ്ട് പ്ലസ് ചെയ്യുക തന്നെ. അപ്പൊ 5ന്റെ പകുതി 2.5 ഡിഗ്രി എന്ന് വരും, അല്ലെ? ഇത് ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? 30h 30 ഇൻറ്റു 1 മൈനസ് 11/2 ഇൻറ്റു 5. ക്ലിയർ? ഇത് 30 മൈനസ് 15 55ന്റെ പകുതി 27. അങ്ങനെ നമുക്ക് 2.5 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്കിവിടെ 0 വരുന്നതുകൊണ്ട് മണിക്കൂർ സൂചിപ്പിക്കുന്ന സംഖ്യയും അതുപോലെ മിനിറ്റ് സൂചി നിൽക്കുന്ന സംഖ്യയും സെയിം ആണെങ്കിൽ, ഒരേ സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 5ന്റെ പകുതി 2.5 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ? 5ന്റെ പകുതി 2.5 കണ്ടാൽ മതി. അങ്ങനെ ഒരു എളുപ്പമാർഗം ഈ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം, ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നേരിട്ടും ചെയ്യാൻ പറ്റും. മുമ്പ് പറഞ്ഞു കൃത്യം മണിക്കൂറാണെങ്കിൽ 4 മണി എന്നൊക്കെ പറയുകയാണെങ്കിൽ 4 ഇൻറ്റു 30 120 കണ്ടാൽ മതി. അതേപോലെ ഇവിടെയും അങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ്. ആ മിനിറ്റിന്റെ പകുതി ആയിരിക്കും ആംഗിൾ എന്നുള്ളത്. ഇവിടെ 2:10 ഇതുപോലെ തന്നെയാണ്, അല്ലേ? മണിക്കൂർ സൂചി നിൽക്കുന്നത് 2-ലാണ്, അല്ലെ? മണിക്കൂർ സൂചി നിൽക്കുന്നത് 2-ലല്ല, 2 കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച്. പക്ഷേ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 2 മണിക്കൂർ 2 മണിക്കൂർ, അതായത് 2. മിനിറ്റ് സൂചി നിൽക്കുന്ന ആ നമ്പർ സംഖ്യ മിനിറ്റ് സൂചി 10 മിനിറ്റിൽ മിനിറ്റ് സൂചി നിൽക്കുന്നതും 2-ൽ തന്നെയാണ്. അപ്പൊ അതായത് ഇവിടെ 0. ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ മിനിറ്റിന്റെ അതായത് ആദ്യത്തെ 0 ആയിട്ട് വരും. ബാക്കി മിനിറ്റിന്റെ പകുതി 10/2 കണ്ടാൽ മതി. അതുകൊണ്ട് 5 ഡിഗ്രി എന്ന് എഴുതാം. സൂത്രവാക്യം ഉപയോഗിച്ച് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ വരും. 30 ഇൻറ്റു 2 അവർ 2. പിന്നെ മൈനസ് 11/2 ഇൻറ്റു 10. ഇതിനേക്കാൾ സിമ്പിൾ ഇങ്ങനെ കാണുകയാണ്, അല്ലേ? 60 മൈനസ് 11 55 അങ്ങനെ 55 ഡിഗ്രി എന്ന് കിട്ടും.
മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒരേ മെത്തേഡ് കൂടി ചെയ്യാനേ അറിയുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി സ്പെഷ്യൽ കേസുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇവിടെ 2ലാണ്, ഇതിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 2 മണിക്കൂർ സൂചി 2, മിനിറ്റ് സൂചിയും 2. അങ്ങനെയാണെങ്കിൽ നേരിട്ട് മിനിറ്റിന്റെ പകുതി 10/2 എഴുതിയാൽ മതി. അത് തന്നെയാണ് ഇവിടെയും. മണിക്കൂർ സൂചി 3, മിനിറ്റ് സൂചി 3 അല്ലെ? 15 എന്ന് പറഞ്ഞാൽ 15/5 3ലാണ്. എങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 15ന്റെ പകുതി 7.5 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം ചില സ്പെഷ്യൽ കേസുകളും ഇവിടെ ഉണ്ടാവും എന്നർത്ഥം. ഇനി 12 മണിക്കോ? 12 മണിയാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഇത് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഉറപ്പല്ലേ? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 12 തന്നെയാണ്. അതുകൊണ്ട് ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവില്ല, ആംഗിൾ 0 ഡിഗ്രി തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് അവസാനിപ്പിക്കാം. നോക്കൂ മക്കളെ, ഇവിടെ ഒരു പ്രോബ്ലം വലുതായി തോന്നും, പക്ഷേ സിമ്പിളാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലോക്കിലെ സമയം 10:35 ആകുമ്പോൾ അതിന്റെ ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്കുള്ള ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലേക്കുള്ള കോണളവ് എത്ര? ദിശ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ക്ലോക്കിൽ സമയം 10:35 ആകുമ്പോൾ ക്ലോക്കിൽ ചെറിയ സൂചിയും വലിയ സൂചിയും അവരുടെ കോണാണ് ചോദിച്ചത് അല്ലേ? ക്ലോക്കിലെ സമയം 10:35. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 ആണ്, ഇവിടെ 11 വരും, ഇവിടെ 10 വരും. അപ്പൊ 10:35 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാവും ഏകദേശം വരിക. ഇവിടെ 6 ഉണ്ടായിരിക്കും. 35 എന്ന് പറഞ്ഞാൽ 7ലാണ് അല്ലേ? ഇതാണ് വലിയ സൂചിയുടെ പൊസിഷൻ. ഇതിൽ 2 ആംഗിൾ ഉണ്ട്. ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്, ഇതിലും ആംഗിൾ ഉണ്ട്. ഇതിൽ ഏത് ആംഗിളാണ് കാണേണ്ടത്? ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക്. ചെറിയ സൂചി ഇതാണ്. ഇതിൽ നിന്ന് വലുതിലേക്ക് 2 ആംഗിൾ ഉണ്ടല്ലോ. ചെറിയതിൽ നിന്ന് വലുതിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇവിടെയുണ്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇങ്ങനെയും പോകാം. അതിനാണ് അവർ ദിശ തന്നിരിക്കുന്നത്. ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശയിലേക്ക്. ക്ലോക്കിലെ സൂചികൾ നീങ്ങുന്ന ദിശ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പ്രദക്ഷിണ ദിശ. എങ്ങനെയാണ് ക്ലോക്കിലെ സൂചി നീങ്ങുക? ഈ ഡയറക്ഷനിലേ നീങ്ങുക അല്ലേ? അതായത് ഇവിടെ നിന്ന് ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് എത്തുന്നത് വരെ ഈ ആംഗിളാണ് കാണേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. വലിയ ആംഗിളാണ് കാണേണ്ടത്, ചെറുതല്ല. ഇവിടെ കൃത്യമായി തന്നതുകൊണ്ട് നമുക്ക് വലിയ ആംഗിൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഇനി ചെയ്യാൻ തുടങ്ങാം. 10:35 മണിക്കൂർ. എത്ര മണിക്കൂറാണ്? 10. മിനിറ്റ് സൂചി നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ഏത് നമ്പറിലായിരിക്കും? 35 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? 10 - 7 3 +3 ആണ്. ശരിയല്ലേ? 3 ഡിവിഷനിലും കൂടി 30 ഡിഗ്രി വെച്ച് 90 വന്നിട്ടുണ്ടാവും. 3 × 30. പിന്നെ പ്ലസ് ചെയ്യണം. എത്രയും മണിക്കൂർ സൂചി കുറച്ച് ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടി ആംഗിൾ ഉണ്ട്. ഏതാണ്? 35ന്റെ പകുതി കൂടി പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 3 30 90. 90 പ്ലസ് 35ന്റെ പകുതി 15ന്റെ പകുതി 30ന്റെ പകുതി 15, 5ന്റെ പകുതി 2, അതായത് 17. അപ്പൊ എത്ര കിട്ടി? 90 പ്ലസ് 17 107.5 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 107.5 എന്ന് കിട്ടുമ്പോഴേക്കും നിങ്ങൾ മാർക്ക് ചെയ്യല്ലേ? ആലോചിക്കണം. ഇവിടെ 107.5 കിടക്കുന്നുണ്ട്. പക്ഷേ 107.5 ആണോ ആവശ്യം? നമ്മൾ നോക്കാം. നമുക്ക് ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക് ഇത് വലിയ ആംഗിളാണ് ആവശ്യം. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 360 നിന്ന് ഈ 107.5നെ മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോഴേ എത്ര കിട്ടും? 360 നിന്ന് 107.5 കുറച്ചാൽ 360 നിന്ന് 100 കുറയ്ക്കാം. 260. 260 നിന്ന് 7.5 കുറയ്ക്കാം എങ്കിൽ 252 അല്ലേ? 252 ഡിഗ്രി. ഇതിലുണ്ടോ ഓപ്ഷൻ? ഇതിലെ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ക്ലിയർ? ഇനി ഇത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കണം. ഈ ചിത്രം മനസ്സിൽ വരയ്ക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ചിന്തിക്കണം. 10ൽ നിന്ന് 7ലേക്ക് എത്തുമ്പോൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ആംഗിളാണ് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സൈഡിൽ പെട്ടെന്നുള്ള ചിത്രം വരച്ച് നോക്കാം. ഇനി ഇത് ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ 30H
എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 30 10 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് 35 ആണ് അല്ലേ? ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നമുക്ക് ആൻസർ ഏതിലേക്ക് എത്തും? 300 മൈനസ് എത്രയാണ്? 35 10കളായ 350 ഒരു 35 കൂടി ചേർന്ന 385ന്റെ പകുതി. അതായത് 300 മൈനസ് 385ന്റെ പകുതി കാണാൻ വിഷമമുണ്ടെങ്കിൽ ഇവിടെ വെട്ടിച്ചേർക്കാൻ നോക്കാം. 2 3ൽ ഒരു പ്രാവശ്യം, 18ൽ 9, 5 2 2 പ്രാവശ്യം, ബാക്കി 1 5 192 അല്ലേ? 192 300ൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഇവിടെ തന്നെ എത്തും. 107 എന്ന് കിട്ടും അല്ലേ? നോക്കാം. 200 കുറയ്ക്കണതെങ്കിൽ 100 കിട്ടുമായിരുന്നു. ഇവിടെ 7 കുറവുണ്ട്, അതുകൊണ്ട് 107 എന്ന് കിട്ടും. 107 കുറച്ച് ഇതുപോലെ തന്നെ 360ൽ നിന്ന് മൈനസ് ചെയ്ത് 252.5ലേക്ക് എത്തുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? 2 മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള എങ്കിൽ കാണുന്നതിന് എന്താണ് ആ മെത്തേഡ് പറഞ്ഞിരുന്നത്? ജസ്റ്റ് ഒന്ന് പറയാം. ആ മണിക്കൂർ സൂചി നിൽക്കുന്ന നമ്പർ അല്ല, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ. ഉദാഹരണത്തിന് 5:40 ആണെങ്കിൽ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 5. മിനിറ്റ് സൂചി നിൽക്കുന്ന സംഖ്യ 8. 5 8 കുറയ്ക്കുക, അത് 3 ആണ്. എന്ത് മൈനസ് ചെയ്യണം അല്ലെ? 3:30ൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര? 40ന്റെ പകുതി, മിനിറ്റിന്റെ പകുതി മൈനസ് ചെയ്യണം. ക്ലിയർ? ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ എങ്കിളാണ് കിട്ടുന്നതെങ്കിൽ അതാണ് എഴുതേണ്ടത്. ചെറിയ എങ്കിളല്ല, വലിയ എങ്കിളാണെങ്കിൽ നിങ്ങൾ വേറെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ എങ്കിൽ 360ൽ നിന്ന് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നാണ് ഒരു മെത്തേഡ് പറഞ്ഞത്. രണ്ടാമത്തെ മെത്തേഡ് സൂത്രവാക്യമായിരുന്നു. ഫോർമുല എന്തായിരുന്നു? 30h മൈനസ് 11/2m. h എന്ന് പറയുന്നത് അവറാണ്, എത്ര മണിക്കൂർ എന്നുള്ളതാണ്. ഇതിലാണെങ്കിൽ 5 മണിക്കൂർ, 5 m എന്ന് പറയുന്നത് എത്ര മിനിറ്റ്? 40 മിനിറ്റ്. ക്ലിയർ? അപ്പൊ ഈ മെത്തേഡാണ് പറഞ്ഞത്. പിന്നെ 2 ട്രിക്കുകൾ പറഞ്ഞു. കൃത്യം മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വഴി ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ ആ മണിക്കൂറിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഒരു സൂത്രം പറഞ്ഞത്. പിന്നെ മറ്റൊരു സൂത്രം പറഞ്ഞത് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും മിനിറ്റ് സൂചി നിൽക്കുന്ന നമ്പറും സെയിം ആണെങ്കിൽ, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും മിനിറ്റ് സൂചി നിൽക്കുന്ന നമ്പറും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റിന്റെ പകുതി എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നീട് നമ്മൾ പറഞ്ഞത് 12 മണിക്ക് എങ്കിളില്ല, 0 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. കൂടാതെ നമ്മൾ ഒരു പ്രോബ്ലവും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലവും ചെയ്തു. ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പാർട്ട് 2ൽ നമ്മൾ മിനിറ്റ് സൂചിയോ മണിക്കൂർ സൂചിയോ 2 വ്യത്യസ്ത പൊസിഷനുകളിൽ, വ്യത്യസ്ത സമയങ്ങളിൽ നിൽക്കുമ്പോൾ മണിക്കൂർ സൂചികൾക്കിടയിലെ കോണുകളും മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണുകളുമാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇവിടെ മണിക്കൂർ സൂചിയും 2 വ്യത്യസ്ത സൂചികൾ തമ്മിൽ ഒരേ സമയത്തുള്ള എങ്കിളാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.